ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യം പ്രതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. തുടർ ദിവസങ്ങളിൽ അത് പ്രണതി എന്ന ഗ്രൂപ്പിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരമൊരു ഗൗരവപൂർണമായ ചർച്ചയാണ് ഇന്ന് പ്രണതി സംഘാടക സമിതി ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അച്ഛൻ പൊതുവാളുടെ കഥകളി മേളത്തെ പറ്റിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേളിയെ പറ്റിയോ ഏറ്റവും അധികം സംസാരിക്കാൻ എന്തുകൊണ്ടും അർഹൻ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശിവേട്ടനാണ്. ഒരു 1.5 ആഴ്ചക്ക് മുന്നെയാണ് ശിവേട്ടക്കാരെ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇത്രയേ ഉള്ളൂ: എനിക്ക് ചെണ്ടക്കാടിയെ പറ്റി പറയാൻ 2-3 പേരെ പറ്റി പറയാറുള്ളൂ, അത് എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞോളാം എന്നാണ് പാതിരിക്കുന്നു വെച്ചിട്ട് ശിവേട്ട പറഞ്ഞത്. തീർച്ചയായിട്ടും ആ തൊട്ടുബന്ധത്തെ പറ്റി ചോദിച്ചറിയാൻ എല്ലാം കൊണ്ടും അർഹനായ ഡോക്ടർ MP വിജയകൃഷ്ണനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കുറച്ച് സമയം ഇവരുടെ സംഭാഷണത്തിനായി നമുക്ക് കാതോർക്കാം. അതിനുശേഷം ചതുർക്കേളിയും ഉണ്ടായിരിക്കും. എല്ലാറ്റിലും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ശിവേട്ടൻ്റെയും ഡോക്ടർ MP വിജയകൃഷ്ണൻ്റെയും സംസാരത്തിനായി നമുക്ക് കാതോർക്കാം. കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാളുടെ അനശ്വരതയ്ക്ക് മുന്നിൽ നമസ്കരിക്കുന്നു. നേരത്തെ ഇവിടെ അച്ചുണ്ണി പൊതുവാളെ അനുസ്മരിച്ച് സംസാരിച്ച കവളപ്പാറ മുരളീകൃഷ്ണൻ കഥകളി മേള ചരിത്രത്തിൽ സുസ്ഥിര സിംഹാസനാരൂഢനായ അച്ചുണ്ണി പൊതുവാൾ അങ്ങനെ ഒരു സൗന്ദര്യാത്മകമായ ഒരു സമസ്ത പദം പ്രയോഗിക്കുകയുണ്ടായി. ആ വിശേഷണം ചെറുപ്പുളശ്ശേരി ശിവനും പ്രസക്തമാണ്. മദ്ദളകലയിൽ സുസ്ഥിര സിംഹാസനാരൂഢനായിരിക്കുന്ന ചെറുപ്പുളശ്ശേരി ശിവനുമായി കഥകളി മേളം, കേളി, പഞ്ചവാദ്യം തുടങ്ങി പല കാലങ്ങളിൽ അദ്ദേഹം സമ്പർക്കം പുലർത്തിയിരുന്ന കലാകാരന്മാരുമായുള്ള കലാവിനിമയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചെറുപ്പുളശ്ശേരി ശിവനെ സംബന്ധിച്ച് പഞ്ചവാദ്യത്തിലെ മഹാരഥന്മാർക്കൊപ്പവും കഥകളി ചെണ്ടയിലെ വിശിഷ്ടരായ കലാകാരന്മാർക്കൊപ്പവും തായമ്പക കലാകാരന്മാർ കേളിക്കൊട്ടുമ്പോൾ അവർക്കൊപ്പവും മദ്ദളം കൊട്ടാനുള്ള സുലഭമായ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പത്തേപ്പാല പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ അല്ലാതെ കേരള കലാമണ്ഡലത്തിലാണ് മദ്ദളം അഭ്യസിച്ചിരുന്നത് എങ്കിൽ വയോപുരിയുടെ ഭാഷയിൽ മറ്റൊരു വിധം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കലാമണ്ഡലത്തിലേക്ക് വൈകി എത്തിയ ചെറുപ്പുളശ്ശേരി ശിവന് കഥകളി മേള ചരിത്രത്തിൽ ഇതിലും അധികം ഒരു സ്ഥാനം ലഭിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് ചെറുപ്പുളശ്ശേരി ശിവനെ സംബന്ധിച്ച് പഞ്ചവാദ്യത്തിൻ്റെ മദ്ദളം, കേളിയുടെ മദ്ദളം, മേളപ്പദത്തിന് മദ്ദളം,
ഈ 3 മദ്ദള മേഖലയിലും തുല്യ പ്രാധാന്യമുണ്ട്. ഇതിൽ ഏത് കലാവിഭാഗത്തിൽ മദ്ദളം കൊട്ടുമ്പോഴാണ് കൂടുതൽ തൃപ്തി തോന്നിയിട്ടുള്ളത്? മദ്ദളം പറഞ്ഞോളൂ. മദ്ദളത്തിൻ്റെ പ്രാധാന്യം ചെണ്ട കൂടുമ്പോൾ കൂടുതൽ ഗൗരവം കിട്ടുന്നതാണ്. സാധാരണ മദ്ദളം മാത്രമാകുമ്പോൾ ഒരു സൗമ്യഭാവത്തിലാണ് നിൽക്കുന്നത്. ചെണ്ടയും കൂടി കൂടുമ്പോൾ അത് കുറച്ചുകൂടിയും ഗൗരവഭാവത്തിൽ വരുത്താനും പോരാത്തത് ഒരു കൂട്ടായ്മ ഉള്ള ഒരു വാദ്യമാണ് ഈ ചെണ്ടയും മദ്ദളവും. രണ്ടും എപ്പോഴും ഒരേമാതിരി എല്ലാ കാലത്തും എൻ്റെ കുട്ടിക്കാലം മുതൽ എന്ന് തന്നെ പറയാം. ബാക്കിയുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും മദ്ദളത്തിന് ചെണ്ട വന്നാൽ അതൊരു പ്രാധാന്യമാണ്. അപ്പൊ തിമലയിലോ? തിമലയും മദ്ദളവും കൂടുമ്പോഴോ? തിമല അതിന് ശേഷം വന്നത്. പിന്നെ തിമലയാണ് ഒരു പ്രാധാന്യത്തിൽ കൂടെ മദ്ദളത്തിനെ കൊണ്ടു നടന്നത്. മദ്ദളത്തിനെ കൊണ്ടു നടക്കുക എന്നുള്ളത് ചെണ്ടയുടെ ഒരു പ്രാധാന്യപ്പെട്ട ഒരു സംഗതിയാണെങ്കിൽ കൂടി അത് തിമലയ്ക്കും കൂടി ബാധ്യപ്പെട്ടു. തിമലയുടെ തോങ്കാരവും മദ്ദളത്തിൻ്റെ ദിവിക്കാരവും കൂടിയായിരുന്നു ഒരു സാമ്യമുണ്ട്. ആ സാമ്യം കുറച്ച് ദൂരത്ത് നിന്ന് കേൾക്കണ ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓം എന്നുള്ള ശബ്ദത്തിൻ്റെ ഓങ്കാര ശബ്ദം, അതാണ് അതിൻ്റെ പ്രത്യേകത. മദ്ദളമാണെങ്കിൽ ചെണ്ടയാകുമ്പോൾ അങ്ങനെയല്ല. ചെണ്ടയുമ്പോൾ അസുരനും ദേവനും കൂടിയിട്ടുള്ള യുദ്ധം പോലെയാണ്. ഒരു യുദ്ധത്തിൻ്റെ ഛായം. ഇതിൻ്റെ പഴുത് മുഴുവൻ അടയ്ക്കണം. ചെണ്ടയുടെ പഴുതുകൾ മുഴുവൻ മദ്ദളത്തിന് അടയ്ക്കാനും നോക്കുവാനായിട്ടാണ് ഈ ചെണ്ട കൈകാര്യം ചെയ്തതിന് വെങ്കട്ടസ്വാമിയാണ് അങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മുമ്പേ അങ്ങനെ അത്ര ഉണ്ടായിരുന്നില്ല. വെങ്കട്ടസ്വാമി ആണ് അത് കുറേ മാറ്റങ്ങൾ വരുത്തി. കലാമണ്ഡലത്തിൽ കുറച്ചുകൂടി മാറ്റം വരുത്തി. അത് ഗുരുനാഥനായ അപ്പുട്ടിപ്പുകാരൻ അതിനെ വീണ്ടെടുത്തു. കൃഷ്ണൻകുട്ടിപ്പുകാരുടെ നേർകോവിലിൽ ഒരു മദ്ദളവും ചെയ്യില്ല. ഞാൻ അനവധി കൂട്ടിയിരുന്നു, ഇത്തിരി ഒന്നല്ല, അനവധി. എങ്ങനെ ഓരോ ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അത് അപ്പുട്ടിപ്പുകാരനെ പറ്റും. അപ്പുട്ടിപ്പുകാരൻ കൊട്ടാൻ കഴിയാണ്ടെങ്കിൽ ചെണ്ടയുടെ നേർകോവിൽ നിന്ന് മദ്ദളത്തിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ ഒരേ കാലത്ത് ഇപ്പം നമ്മുടെ കൃഷ്ണൻകുട്ടി പൊതുവാളുടെ ചെണ്ടയും ചെപ്രശ്ശേരി ശിവൻ്റെ മദ്ദളവും അല്ലെങ്കിൽ അപ്പുകുട്ടി പൊതുവാളുടെ മദ്ദളവും ചേർന്ന ഒരു അരങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ചെപ്രശ്ശേരി ശിവൻ കഥകളിക്കൊട്ടാണല്ലോ പഠിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് മേളപ്പദം കൊട്ടിയത് ആർക്കൊപ്പം? ചെണ്ടാരായി. ആരുടെ കൂടെ ആദ്യം കൊട്ടിയത്? അന്ന് പഠിക്കുന്ന കാലത്ത്, എൻ്റെ കൂടെ പഠിക്കുന്ന കാലത്ത് ദിവാകരനായി, സദന ദിവാകരൻ വിദ്യാർത്ഥിയായിട്ട് ചന്ദ്രമണായ ശിഷ്യൻ ദിവാകരൻ വൈക്കത്ത് പ്രിൻസിപ്പാളായിട്ട് പിരിഞ്ഞാണ്. അദ്ദേഹമായിട്ടാണ് ആദ്യം എനിക്ക് ഒരു കൊട്ടേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേണ്ട, ആദ്യം എനിക്ക് കൊട്ടാൻ തരായത് അച്യുതദാസന്റെ കൂടെ. അപ്പൊ നമുക്ക് അച്യുണി പൊതുവാളിൽ നിന്ന് തുടങ്ങാം. അച്യുണി പൊതുവാളിൽ നിന്ന് തുടങ്ങാം. അതായത് ഒരു മികച്ച ചെണ്ട കലാകാരന്റെ ഒപ്പം മേളപ്പദം കൊട്ടി ഒരരങ്ങേറ്റം എന്നുള്ളത് അച്യുണി പൊതുവാളിൽ നിന്നാണ് ആരംഭിക്കുന്നത്, അല്ലെ? അനവധി അച്യുണി പൊതുവാൾക്കൊപ്പം മദ്ദളം കൊട്ടുമ്പോഴേ അത് മേളപ്പദത്തിനാവട്ടെ അല്ലെങ്കിൽ അരങ്ങിലാവട്ടെ, എന്താണ് ചെറുപ്പകാലത്തും പിന്നീടും തോന്നിയിട്ടുള്ള വ്യത്യാസം? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ
എൻ്റെ കുട്ടിക്കാലത്ത് 9 വയസ്സിൽ എൻ്റെ അച്ഛനായിട്ട് വലിയ രോഗിയുള്ള ഒരാളായിരുന്നു അച്ചുണ്ണിപ്പുതാള്. അച്ചുണ്ണിപ്പുതാളാശാൻ, തൃത്താല കേശവപ്പുതാള്, കുഞ്ഞിഷപ്പുതാള്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ. കേശവപ്പുതാളയിൽ ചെറുപ്പമുള്ള ആളാണെങ്കിലും എപ്പോഴും അവിടെ വന്നിട്ട് അന്ന് പേടിക്കണ്ടായിരുന്നു അച്ഛന്. എൻ്റെ അച്ഛൻ ഒരു കാലത്ത് തകിൽക്കാരനാണ്. ആ തകിൽ മാറ്റിയിട്ട് പീഡിയ കച്ചവടം തുടങ്ങിയ കാലത്താണ് അച്ചുണ്ണിപ്പുതാളാശാനെ ഞാൻ ആദ്യം കാണുന്നത്. അന്ന് എനിക്ക് 9 വയസ്സാണ്. അപ്പോൾ ഈ 9 വയസ്സ് കാലത്ത് തന്നെ അച്ഛനോട് പറഞ്ഞു, ഇവനെ കഥകളി കൊണ്ട് പഠിപ്പിക്കണം, ഇവനെ അങ്ങനെ ഒട്ടാൻ പറ്റില്ല, ഇവിടെ തേണ്ടി കൊണ്ട് ഇറങ്ങാൻ ശരിയാവില്ല, അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഞാനതിനെ ഏർപ്പാടാക്കാം. അപ്പോഴേക്കാണ് കൃഷ്ണപ്പുതുവാളുടെ അനുജൻ കേശവപ്പുതുവാൾ. അദ്ദേഹം അച്യുനാരാശാനും അദ്ദേഹം ഒപ്പം പഠിച്ചതാണ്. അപ്പം അച്യുനാരാശാൻ അവിടെ സദനത്തിൽ കുട്ടികൾ തികഞ്ഞില്ല, ഒരു മന്ത്രക്കാരൻ കുട്ടിയെ കെട്ടിയ തിരക്കില്ല എന്ന് പറഞ്ഞു വരികയുണ്ടായി. അപ്പം എൻ്റെ അച്ഛനായിട്ട് സംസാരിക്കട്ടെ എന്ന് കേശവപ്പുതാൾ പറഞ്ഞു. അങ്ങനെ കേശവപ്പുതാൾ അച്ഛനായിട്ട് സംസാരിച്ചു. അപ്പം അവന് ഇപ്പോൾ 8 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 9 ആവണേയുള്ളൂ. അവനിപ്പോൾ അവിടെ കൊണ്ട് ചേർത്ത് അവന് എന്തെങ്കിലും ആവും, ബുദ്ധിമുട്ടല്ലേ, അപ്പുണ്യാരാവുമെന്ന് അറിയണ്ട, അവനെ കൊണ്ട് ചേർത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം, അത് അച്ഛനോടും പറയാം, അച്യുനാരാശാനോട് പറയാം. അങ്ങനെയാണ് ഞാൻ 8.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 9 വയസ്സാവണേ. ആ കാലത്ത് ഞാൻ സദനത്തിൽ ചേർന്നു, ഗാന്ധി സേവാ സദനത്തിൽ. ഈ സദനത്തിൽ ചേർന്നിട്ട് പിറ്റത്തെ കൊല്ലം 6 മാസം കഴിഞ്ഞില്ല അരങ്ങേറ്റം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ആദ്യം കൊട്ടിയത് അച്ചുണ്ണിപ്പുതാളുടെ കൊട്ടു, അച്യുതാശാൻ്റെ കൊട്ടു. ആ കൊട്ടിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മദ്ദളത്തിന് ഇങ്ങനെ കൂടാൻ പറ്റിയിട്ടുള്ള ഒരു ചെണ്ടക്കാരൻ വേറെ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയേണ്ടത്. കുറച്ച് കൂടാം, എങ്ങനെ തൃത്താല കേശവപ്പുതാളാണ്, അങ്ങനെ കുറച്ചേ വിട്ടുതരും, ബാക്കി വിട്ടുതരില്ല. മറ്റതങ്ങനെയല്ല, മുദ്ര കഴിഞ്ഞാൽ വിട്ടു, ചെണ്ടട കിട്ടു. പിന്നെ മദ്ദളത്തിനാണ് ഒരു കഷ്ണം, ഒരു 2 ലഘു 3 ലഘു ഒക്കെ വിട്ട് തരും പൊട്ടുക. അങ്ങനെ ചെണ്ടയിൽ ഇത്ര ഒരു മദ്ദളത്തിന് സൗകര്യമുള്ള ഒരു ചെണ്ടക്കാരൻ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കൃഷ്ണകുട്ടിപ്പുതാളാശാൻ അങ്ങനെയല്ല. അതിൻ്റെ വ്യത്യാസം എന്താ? ആ വ്യത്യാസം എന്താ? കുറച്ച് വിട്ടിട്ട് കുറച്ചുണ്ട്, മദ്ദളത്തിന് താങ്ങാനുള്ള ഇതുണ്ടെങ്കിലും ഇത്ര വിശാലതയില്ല. കുറച്ച് ചന്ദ്രമണ്ണാശാൻ ഒട്ടുമില്ല. അപ്പം മദ്ദളത്തിന് ഏറ്റവും അധികം സ്വാതന്ത്ര്യം നൽകിയിരുന്നത് അച്ചുണ്ണിപ്പുതാളാശാനാണ്. അപ്പൊ നേരത്തെ മുരളീകൃഷ്ണന്റെ സംസാരത്തിലെ ഇങ്ങനെ പിരിച്ച് കൊട്ടുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഘടകക്രിയ ചെയ്യാതെ എന്താ പറയുക, ഇങ്ങനെ പിരിച്ച് കൊട്ടിയിരുന്നു. അതെന്താണ് ആ അനുഭവം ഒപ്പം പ്രവർത്തിച്ചപ്പോൾ? പിരിച്ചു കൊട്ടുന്നതിനും വ്യത്യസ്തമായ രൂപത്തിൽ ചെണ്ട എപ്പോഴും മദ്ദളം എപ്പോഴും ചെണ്ടോട് കൂടിയിട്ടാണ്. എന്ന് മുദ്ര കാണിക്കണം വെച്ചാൽ ആ മുദ്ര കഴിഞ്ഞാൽ അച്ചുണ്ണിപ്പുതാളാശാൻ ഫ്രീ ആണ്. ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് ഒക്കെ ഫ്രീ ആണ്. അത് കഴിഞ്ഞേ കൊട്ടുള്ളൂ. പിന്നത്തെ മുദ്ര കാണിക്കുമ്പോഴേ കൊട്ടുള്ളൂ. മറ്റവരങ്ങനെയല്ല. മറ്റുള്ളവർ കൊട്ടിനോട് കൂടിയിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കും. ഓരോ കഷ്ണം എവിടെയെങ്കിലും വിടും, അത്രയേ ഉള്ളൂ. ഇതല്ല, മുദ്രയ്ക്കാണ്. മുദ്ര കഴിഞ്ഞാൽ വിടും. അപ്പൊ ഒരു മൗനം ഉണ്ടായിരുന്നു.
അത് ഈ ശബ്ദത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം മൗനത്തിലാണല്ലോ. ശബ്ദത്തിന്റെ വലിയൊരു സൗന്ദര്യം നിശബ്ദത, മൗനം. അപ്പൊ ഈ ഒരു മൗനം അദ്ദേഹത്തിന്റെ കൊട്ടിന്റെ ഒരു സൗന്ദര്യമായിരുന്നു. അല്ല, അത് വരാതിരിക്കാനാണ്. അതിന് മന്ത്രമാണ് അതിൻ്റെ ശബ്ദത്തിനെ ഉണ്ടാക്കി തീർക്കുന്നത്, പോയിന്റ് ചെയ്യണതൊക്കെ. പിന്നെ മുദ്രയ്ക്ക് കൊട്ടുമ്പോൾ ഒപ്പം കൂടണം. അത് കഴിഞ്ഞാൽ ആ നിശബ്ദതയിൽ മന്ത്രത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കാൻ സാധിക്കും. അത് അങ്ങനെയുള്ള ചണ്ടക്കാരൻ വളരെ കമ്മിയാണ്, ഇപ്പോൾ ഒട്ടുമില്ല. അപ്പൊ മദ്ദളത്തിന്റെ ആ ഒരു നാദത്തിന് വേണ്ടിയിട്ട് ചെണ്ടയെ നിശബ്ദമാക്കുക എന്നൊരു കലയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ പറ്റില്ല. മുദ്രയ്ക്ക് വിട്ടുകൂടാ, അത്രേ ഉള്ളൂ. മുദ്രയുടെ ഭാവം കഴിഞ്ഞാൽ അച്ചോട്ടി പ്രകാശൻ ഇങ്ങനെ നോക്കും. ഞാൻ അച്ചോട്ടി പ്രകാശനും അനവധി മേളപ്പദം കൊട്ടിയുണ്ട്. ഇങ്ങനെ സുഖമായിട്ട് കൊട്ടാൻ ഏതൊരു ചട്ടക്കാരുടെ കൂടി പറ്റില്ല. ആ സുഖം എന്ന് വെച്ചാൽ എന്താന്ന് വിശദീകരിക്കും. സുഖമായി കൊട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താണ് അച്ചുണ്ണിപ്പുകളുടെ ചെണ്ടയ്ക്ക് കൂടുമ്പോ മദ്ദളക്കാരന്റെ ആ സുഖം എന്താണ്? സുഖം മദ്ദളത്തിന്റെ പാതയ്ക്കനുസരിച്ചാണ് ചെണ്ട കൊട്ടുന്നത്. ചെണ്ട മീത നിൽക്കില്ല, സമം ഒരേ പോയിന്റിലാണ് കൊള്ളു. അങ്ങനെ പോയിന്റിൽ കൊണ്ടുന്ന ആൾ വളരെ ദുർലഭമാണ്. മറ്റതൊക്കെ ശബ്ദം കൂടുതലും കുറഞ്ഞുകൊണ്ടും ഇരിക്കും. അപ്പൊ കുട്ടന്മാരാരെ കൃഷ്ണൻകുട്ടി പ്രകാശാനാണെങ്കിലും നൂറുകോല് വീഴുമ്പോൾ അത് വേറൊരു ചണ്ടക്കാരന് പറ്റില്ല. തൃത്താലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻകുട്ടി പ്രകാശാൻ്റെ നൂറുകോല് വീണ വേറെ ഒരു ശബ്ദവും കേൾക്കില്ല. അവിടെ ഒരു മന്ത്രത്തിൻ്റെ ശബ്ദം കേൾക്കില്ല. അപ്പുണ്ടി പുതാളക്കറ്റെ നോക്കണ്ടു എന്ന് പറയണ്ടായിട്ട്. ചന്ദ്രമന്നാടിയാരോ? ചന്ദ്രമന്നാടിയാകുമ്പോൾ മുറുക്കം ജാസ്തിയാണ്. കൊട്ടിൽ മുറുക്കം ജാസ്തിയുണ്ട്. കൂടുതലും മുറുകി രൂപത്തിൽ നിൽക്കും. വരാത്തത് മന്ത്രത്തിനൊന്നും ഒരു പഴുതുമില്ല. മന്ത്രത്തിനൊരു ഇടം വേണ്ടേ? അതില്ലാണ്ട് മൂപ്പരും കണ്ണും ചീപ്പി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അനവധി കൊട്ടിയുണ്ട്. അല്ല, മദ്ദളത്തെ പരിഗണിക്കുകയേ ഇല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയില്ല, നോക്കും, ഇങ്ങനെ നോക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പര് വളരെ ദുർലഭമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ വിടൂ. അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറേ വിടും. ചില മുദ്രകളുടെ പോയിന്റ് കഴിഞ്ഞാൽ വിടും. കോട്ടക്കൽ കുട്ടന്മാരാരോ? കൊട്ടന്മാരായാലും ഇതന്നെ സ്ഥിതി. ചന്ദ്രമനാശന്റെ സ്ഥിതി തന്നെയാണ് കുട്ടന്മാരാൻ്റെ സ്ഥിതി. അവർ സ്ഥിരമായിട്ട് അവരുടെ ആ ഇതിൽ നോക്കുകയും കഥകളുടെ മുദ്രയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. അച്ചുണ്ണി പ്രധാനമാൻ അങ്ങനെയല്ല, മുദ്ര കഴിഞ്ഞാൽ വിടും. ഒരു മുദ്ര കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുദ്ര ജലം കാണിക്കാട് കഴിയും. അത് കഴിഞ്ഞാൽ വിട്ടു. അപ്പം മദ്ദളത്തിന് ഏടാണ്ട്. അപ്പം നിശബ്ദതയെ ആ നിശബ്ദത കുട്ടന്മാരുടെ ആശാൻ്റെ ആയാലും വേണ്ടില്ല, ചന്ദ്രമണ്ണാശൻ്റെ ആയാലും വേണ്ടില്ല. അവർ രണ്ടാളുടെയും കൊട്ട അങ്ങനെ ആ രൂപത്തിൽ കൂടെ പോകണില്ല. വളരെ ദുർലഭമാണ്. അടുത്ത തലമുറയിൽ ഇപ്പോൾ അച്ചുണ്ണിപ്പുതോളുടെ ആദ്യത്തെ ശിഷ്യൻ തൃപ്പൂണിത്തുറ കേശവപുതോളാണ്. പിന്നെ കലാമണ്ഡലം കേശവൻ വന്നു. പിന്നെ നമ്മുടെ പാഞ്ഞാൾ ഉണ്ണികൃഷ്ണൻ. തൃപ്പൂണിത്തുറ കേശവനല്ല, കൃഷ്ണൻകുട്ടി ശിഷ്യൻ അല്ല, അച്ചുണ്ണിപ്പുതോൾ. അത് ശരിയാണ്. പിന്നെ കലാമണ്ഡലം കേശവൻ വന്ന് ഇങ്ങനെ ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ കൃഷ്ണദാസ് ഈ ഒരു തലമുറയിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒപ്പം മേളപ്പദം കൊട്ടിയിട്ടുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഒപ്പം മേളപ്പദം കൊട്ടിയിട്ടുണ്ട്. അപ്പൊ ആ അച്ചുണ്ണിപ്പുതോളുടെ അതേ ശൈലി തന്നെയാണോ ശിഷ്യന്മാര് പിന്തുടരുന്നത്? അതായത് തൃപ്പൂണിത്തുറ കേശവപുതോൾ മുതലുള്ള കേശവൻ അങ്ങനെയുള്ള ഒരു തലമുറ വേറെ, അതിനുശേഷം ഉണ്ണികൃഷ്ണൻ, ബലരാമൻ, അങ്ങനെയുള്ള തലമുറ വേറെ. ഈ മൂന്ന് തലമുറ കുറച്ചൊരു ചെറിയൊരു ഭാഗം ബലരാമന് കിട്ടിയിട്ടുണ്ട്. ഇല്ലയെന്ന് പറയാൻ വയ്യ. അതൊന്ന് പറയൂ. അതിപ്പോ ഉണ്ണികൃഷ്ണൻ കൊട്ടാണെങ്കിലും ആ ഭാഗത്ത് കൂടെ തന്നെയാണ് പോണത്. വല്ലാണ്ട് കണ്ടമാനം പിന്നെ ഒരു ചെണ്ട മുടക്കില്ല. മന്ത്രത്തിന് പാകതയുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലം ഇതിനേക്കാളൊക്കെ
വിശാലതയായിട്ടുള്ള രൂപത്തിൽ കൊട്ടുന്നത് അച്യുത പ്രകാശം മാത്രമേ എൻ്റെ ഇതിലുള്ളൂ. ഞാൻ കേളിക്കൈ കൊട്ടുന്ന കാലത്ത് പിന്നെ തൃത്താല കേശവരുടെ കൂടെ കേളിക്കൈ കൊട്ടിയതിന് കണക്കില്ല. അദ്ദേഹം ഓരോരോ ഭാഗങ്ങളിൽ മാത്രം അങ്ങനെ കൊട്ടുകൊണ്ടിരിക്കും. അപ്പോഴും സൗകര്യമുണ്ട്. ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളോ? ശിവരാമ പൊതുവാളുടെ കൂടെ ഒന്നും പിന്നെ എണ്ണങ്ങൾ കൊട്ടാതെ പിന്നെ കഴിഞ്ഞാൽ വേറൊന്നും ഇതിൽ മന്ത്രക്കാരെ നോക്കണ പരിപാടിയൊന്നുമില്ല. കൃഷ്ണപുതാള പിന്നെ ഉള്ളത് ഈ പൂക്കാട്ടിരി ദിവാകര പൊതുവാൾക്കൊപ്പം ഒരു ദിവാകരനുണ്ട്, കുറച്ച് കിട്ടും. ദിവാകരൻ്റെ ആ വ്യത്യാസം എന്താ? മനോധർമ്മങ്ങൾ കുറച്ച് കൂടുതലുണ്ടാവുമ്പോൾ മന്ത്രത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചെണ്ട കലാകാരനാണ് കൂടുതൽ. എല്ലാതും ഈ മനോധർമ്മങ്ങളാണ് ഇപ്പോൾ ആൾക്കാരുടെ കയ്യിലുള്ളത്. ഇപ്പം തായമ്പക കൊണ്ടുണ്ട്. പഴയ കാലത്തുള്ള തായമ്പകയും ഇപ്പോഴത്തെ തായമ്പകയും നോക്കിയാൽ ഒരെണ്ണം ഗിണ്ണക്കാം എന്ന് കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3 താളവട്ടം പിന്നെ പൊടിക്കൈയാണ്. പിന്നെ എണ്ണങ്ങൾ വളരെ ചുരുക്കം. അതെ, തായമ്പയിൽ എണ്ണങ്ങൾ ചുരുക്കായി ഈ പൊടിക്കൈ കൊണ്ട് നേരം പോകും. അപ്പോൾ അച്ചുണ്ണി പൊതുവാളുടെ തായമ്പക കേട്ടിട്ടില്ലേ? അച്ചുണ്ണി പൊതുവാളുടെ തായമ്പയായിരുന്നു നന്നായിരുന്ന തായമ്പ. അത് കേട്ടതിൻ്റെ ഒരു വിശകലനം പറയും. അച്ചുണ്ണി പൊതുവാളുടെ തായമ്പക നല്ലൊരു തായമ്പകയാണ്. അതെങ്ങനെയാ വെച്ചാൽ അച്ചുണ്ണി പൊതുവാളുടെ തായമ്പ കഴിഞ്ഞാൽ ശിവരാമ പൊതുവാളുടെ തായമ്പക ഇത്ര സുഖമായിട്ടുള്ള തായമ്പക 2 ആയി. പിന്നെ ഉള്ളത് അത് മലമക്കാവിലെ ഉണ്ണി ഒരാളുണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞു. ഉണ്ണി കയറി വന്നിരുന്ന ഒരാളായിരുന്നു. ഇവരെ കവച്ച് ചുമണ്ട് കയറാനുള്ള സാഹചര്യങ്ങളൊക്കെ ശരിയായി കൊണ്ടിരിക്കേണ്ട കാലത്താണ് പെട്ടെന്ന് കയ്യോ വെട്ടി നാശാക്കി അങ്ങനെ പോയത്. അങ്ങനെ ഇവർ 3 ആളായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് തായമ്പക്കാരിൽ കേവന്മാർ. എന്നാൽ കൃഷ്ണപുതാളുള്ള തായമ്പക ഇടത്തെ കയ്യിൽ ശബ്ദമാണ്. പറഞ്ഞിട്ടല്ലേ 2 കൂടി ചേർന്നിട്ടുള്ളത് ശിവരാമപുതാളുടെ. അപ്പോൾ ഈ ശിവരാമ പൊതുവാളുടെ തായമ്പകയും അച്ചുണ്ണി പൊതുവാളുടെ തായമ്പകയും മലമക്കാവ് ചിട്ടയാണല്ലോ. അതെ, 2 പേർക്കും സംഗീതമുണ്ട്. 2 പേരും കൊട്ടിപ്പാടി ശിവക്കാരാണ്. എന്താ ഈ ഇവര് തായമ്പകയിലുണ്ടായിരുന്ന വ്യത്യാസം എന്താ? ഇതിൻ്റെ 2ൻ്റെ തായമ്പകയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ കേട്ടാലും എനിക്ക് കേട്ടാലും തോന്നിയിട്ടുള്ളത് ഇവരെ 2 തായമ്പകയാണ് ഒരു അന്നത്തെ കാലത്ത് കേൾക്കാൻ പറ്റിയ തായമ്പക. ഇപ്പോൾ പാലക്കാടൻ തായമ്പക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലത്തിലല്ല അവർ കൊട്ടുന്നത്. അല്ല, അവര് അടന്തക്കൂറിനാണ് പ്രാധാന്യം. അടന്തക്കൂറൊക്കെ താഴ്ത്തി ചെയ്തു. ഈ സ്വത എങ്ങനെയാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ കയറും പോലെയാണ്. ചെമ്പടവട്ടം കഴിഞ്ഞാൽ പിന്നെ അടന്തക്കൂറോ മറ്റെന്തെങ്കിലും കൊട്ടുകയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ കയറി പോവുകയും അങ്ങനെ കയറി പോവും. അതാണ് തായമ്പകയായാലും ഈ മേളവാദ്യത്തിൻ്റെ ആയാലും പവർ. ഈ അച്ചുണ്ണി പൊതുവാളോടൊപ്പം മേളപ്പല്ലാതെ കേളി കൊട്ടിയുണ്ടോ ശരിക്കും? കേളി കൊട്ടി. അതിൻ്റെ ഒരു അനുഭവം എന്താ? കേളി കൊട്ടിയതിൻ്റെ അനുഭവം എപ്പോഴും നമുക്ക് സൗകര്യപ്രദമായ ഒരു രൂപം നമുക്ക് തരും. ആ രൂപത്തിനനുസരിച്ച് ചെയ്യണം എന്ന് പുണ്യ കണ്ണുകൊണ്ട് കാണിക്കും. അച്ഛനപ്പദാചാര്യൻ എന്നെ വലിയ കാര്യമായിരുന്നു. എൻ്റെ അച്ഛനെ വലിയ ഇഷ്ടമാണ്. അതേ കൂട്ടത്തിൽ അദ്ദേഹമാണ് എന്നെ കഥകളി കോട്ടിലേക്ക് ഏർപ്പാടാക്കണമെന്ന് പറഞ്ഞതിൽ ആദ്യത്തെ ഒരു കണ്ണി അച്ഛനപ്പദാചാര്യനാണെന്ന് പറയണതിൽ ഒരു തെറ്റുമില്ല. ഞാനെന്നും സ്മരിക്കേണ്ടത്. അപ്പോൾ ഈ സദനത്തിലല്ല, കലാമണ്ഡലത്തിലോ ചേർന്ന് വിചാരിക്കാം മദ്ദളം പഠിക്കാൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു നിന്ന് വ്യത്യാസം? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കലാമണ്ഡലത്തിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങളും പിന്നെ പഠനത്തിനുള്ള ഗൗരവങ്ങളും സദനത്തിൽ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. കലാമണ്ഡലത്തിൽ അതൊന്നും നോക്കില്ല, പഠിപ്പിക്കും, പഠിച്ചില്ലേ വേണ്ടാക്കും, അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ.
ഇവിടെ അതല്ല, ഇവിടെ മനസ്സിലായില്ലെങ്കിൽ അടി കിട്ടുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മളത് പഠിച്ചിരിക്കും. മറ്റതതില്ല. മറ്റത് കലാമണ്ഡലത്തിൽ അങ്ങനെ പഴയ കാലത്ത് കുറേശ്ശൊക്കെ അടിച്ചിരുന്നെങ്കിലും എന്നാലും കണ്ടമാനം അടിയൊന്നുമില്ല. കലാമണ്ഡലത്തിൽ പഠിപ്പ് മോശമെന്ന് പറയില്ല. പക്ഷെ അവിടുത്തെ സമ്പ്രദായത്തിൻ്റെ വ്യത്യാസങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആ ഗൗരവത്തിലുള്ള ഒരു കലാക്ഷേത്രമാണ്. മറ്റൊന്ന്, ഈ കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യത്തിന് മദ്ദള വിഭാഗം ആശാനായി ചേർന്ന കാലത്ത് അന്ന് അച്ചുണ്ണി പൊതുവാള് അവിടെ ചെണ്ടക്കളരിയിൽ ഉണ്ട്. അപ്പൊ അദ്ദേഹം പല കഥകളിപ്പതൊക്കെ പാടിയിരുന്നു. അച്ചുണ്ണി പൊതുവാള് കഥകളിപ്പതും പാടിയിരുന്നു. അതിന് മദ്ദളം കൊട്ടിയിട്ടാണ്. ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കഥകളിപ്പാട്ടിൽ നിന്ന് വിലയിരുന്നു. കഥകളിപ്പാട്ടും സുഖമായിട്ടുള്ള പാട്ട് തന്നെയാണ്. ആദ്യം ഒരു കണ്ടമാനം ഗൗരവത്തിൽ ശബ്ദത്തിൽ പാടുകയൊന്നുമില്ല. വളരെ ലൈറ്റായിട്ടേ പാടുള്ളൂ. സുഖമായിട്ട് വായിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിപ്പദത്തിന് മദ്ദളം കൊട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം മേളപ്പദത്തിന് കൊട്ടിയിട്ടുണ്ട്, അരങ്ങിൽ കൊട്ടിയിട്ടുണ്ട്, കേളി കൊട്ടിയിട്ടുണ്ട്. കേളി കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അദ്ദേഹം ഇപ്പം നേരെ ആട്ടത്തിന് കൂടുമ്പോൾ അപ്പോൾ അദ്ദേഹം മദ്ദളം മാറ്റി നിർത്തിയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു കാണി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൊട്ട് എങ്ങനെയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നളയരിതം പോലുള്ള അല്ലെങ്കിൽ ഈ നാടകീയ കഥകൾക്ക് കൊട്ടുന്നതും, ഇപ്പോൾ നരകാസുരവധം, ഉത്ഭവം, ദുര്യോധനവധം, ഇതിനൊക്കെ വളരെ മേളം വേണ്ട കഥകളുണ്ടല്ലോ. അപ്പോൾ അതിന് കൊട്ടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ്റെ പുള്ളിതാണ്. അതിന് കൊട്ടുമ്പോഴും ഈ ഇടങ്ങളിതിൽ ചെലുത്താനുള്ള മദ്ദളത്തിന് ചെലുത്താനുള്ളത് അവിടെ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടാവും. അതൊരു വലിയൊരു ഞാൻ പറഞ്ഞത് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കാളിക്കോട്ടിൽ മദ്ദളത്തിന് ഇത്ര സ്വാധീനമുള്ള ഒരു ചെണ്ടക്കാരൻ ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാലും അറിയില്ല, പറയില്ല. മുമ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ കൃഷ്ണൻകുട്ടി പ്രകാശനൊക്കെ കണ്ണും ചേമ്പിൽ നിന്ന് കൊട്ടാം, എല്ലാം മുദ്രയെ അറിയും. ഇപ്പം രാമകുട്ടി നാരായണനാണ് അരങ്ങത്തെ വിചാരിച്ചാൽ അദ്ദേഹത്തിന് കണ്ണ് പിടിക്കൊന്നും വേണ്ട, എന്നതാ ചെയ്യുള്ളൂ എന്നുള്ളത് നല്ലോണം അറിയുന്നതും കൊണ്ടാണ് അങ്ങനെയുള്ള കൃഷ്ണൻകുട്ടി പ്രകാശം കൃഷ്ണൻകുട്ടി പ്രകാശം വേറില്ല. അപ്പോൾ നമ്മൾ അച്ചുണ്ണി പൊതുവാളിക്ക് വരാം. അച്ചുണ്ണി പൊതുവാളും ചെർപ്പളശ്ശേരി ശിവനും ചെണ്ടയും മദ്ദളവുമായി നിൽക്കുമ്പോൾ അരങ്ങത്ത് ഏതെല്ലാം വേഷക്കാർക്ക് കൊട്ടിയിട്ടുണ്ട് ഒരുമിച്ച്? വേഷക്കാരന് ഏതൊക്കെ വേഷക്കാർക്ക് നിങ്ങൾ ഒരുമിച്ച് കൊട്ടിയിട്ടുണ്ട്? അപ്പുട്ടി പ്രകാശാൻ്റെ കൃഷ്ണൻകുട്ടി പ്രകാശാൻ കൊട്ട് കഴിഞ്ഞാൽ പരമാവധി പിന്നെ വരുന്നത് അപ്പുട്ടി പ്രകാശം കഴിഞ്ഞാൽ പിന്നെ നമ്പീശക്കുട്ടിയും ചന്ദ്രമണാടിസ്ഥാനം ഉണ്ടാവും. അത് കഴിഞ്ഞ് അച്ചുണ്ണി പ്രകാശാനും ഞാനും കൂടി ആവും. അപ്പോൾ ഏതൊക്കെ കഥ, ആരൊക്കെ വേഷം വരിക? മൂന്നാമത്തെ മുന്നരങ്ങിനൊന്നും കൊട്ടില്ല. മൂന്നാമത്തെ കഥയ്ക്കാണ്. അങ്ങനെ മാറി മാറി കൊട്ടവര് ചന്ദ്രമണാടിസ്ഥാനം അങ്ങനെയൊന്നുമില്ല. ഏതെല്ലാം കഥകൾക്ക് ഏതെല്ലാം വേഷക്കാർക്കാണ് നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നത്, ഓർമ്മയുണ്ടോ? അപ്പുണ്ണി പ്രകാശാനും അച്ചുണ്ണി പ്രകാശാനും ചന്ദ്രമണാടിസ്ഥാനം അങ്ങനെയൊന്നുമില്ല. അവർ മാറി മാറി പിന്നെ വരും. ഒരാൾ ആർക്കാ സൗകര്യം താമ്പ് എന്ന് പറയുക, അങ്ങനെ ഒരു സമ്പ്രദായമാണ്. കൃഷ്ണൻകുട്ടി പ്രകാശൻ അങ്ങനെയല്ല. കൃഷ്ണൻകുട്ടി പ്രകാശൻ ചില കാര്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹം സ്ഥാനത്തുണ്ടാവും. അത് കഴിഞ്ഞാൽ മൂപ്പര് ചെണ്ട വെച്ചു ശബ്ദം ഉണ്ടാക്കും. അപ്പം മറ്റേ ചെണ്ടക്കാർ പോയിക്കോളണം. അങ്ങനെയാണല്ലോ, അങ്ങനെയൊരു നിയമം. അപ്പോൾ ഈ ചില കൊട്ടുകാർക്ക് ഇപ്പോൾ പത്മനാഭൻ നായരും അച്ചുണ്ണി പൊതുവാളും തമ്മിൽ നല്ല ചർച്ചയായിരുന്നു പറയുന്നുണ്ട് അരങ്ങില്. അപ്പോൾ ഈ അച്ചുണ്ണി പൊതുവാൾക്ക് ഇഷ്ടപ്പെട്ട വേഷക്കാരൊക്കെയായിരുന്നു ഒരു ചേർച്ചയ്ക്ക് കൊട്ടുമ്പോഴും? അച്ചുണ്ണി പ്രകാശാന് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള വേഷങ്ങളോ അങ്ങനെയില്ല. ഏത് വേഷമായാലും ഏതാളായാലും എല്ലാവരോടും ഒരേ സമീപനത്തിൽ ചെയ്യുന്ന ഒരാളിൽ അതിന് അച്ചുണ്ണി പൊതുവാൾ എന്ന് പറയണത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല.
ഏത് വേണ്ടത് അതിനാണോ കുട്ടിത്തരാണോ അതിനൊന്നും പറയാൻ പേടില്ല. ഒരു കുട്ടിത്തരായാലും വേണ്ട, ഇടത്തരായാലും വേണ്ട, പ്രധാന വേഷമായാലും വേണ്ട, ഏത് വേഷത്തിന് വേണമെങ്കിലും അദ്ദേഹത്തിന് പോവാൻ യാതൊരു മടിയും കാണിച്ചിരുന്നില്ലെന്നാണ് ഞാൻ അറിയുള്ളത്. പിന്നെ ഈ കലാമണ്ഡലത്തിൽ ചേർന്ന സമയത്ത് അച്യുണ്ണിപ്പിള്ള അവിടെ ഉണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കളരി അവിടെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കളരി എങ്ങനെയായിരുന്നു? അച്യുണ്ണിപ്പിള്ളയുടെ ഒരു കളരി എങ്ങനെയായിരുന്നു കളരി കലാമണ്ഡലം? പഠിപ്പിക്കാൻ വളരെ പോയിന്റിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. പഠിഞ്ഞില്ലെങ്കിൽ കൊട്ടടോ എന്ന് പറയാന്നല്ലാതെ അങ്ങനെ ഇരുന്ന് അത് പഠിപ്പിക്കും. അടിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാനൊന്നും അങ്ങനെ കളരിയിൽ പോയി നോക്കിയിട്ടില്ല. എന്നാലും മൊത്തത്തിൽ പഠിപ്പിക്കണതിനൊക്കെ വളരെയേറെ ഒരു ചുട്ടപ്രധാനമായിട്ടുള്ള ഒരാൾ തന്നെയാണ് അച്യുണ്ണിപ്പിള്ളാശാൻ. അതിപ്പോൾ കന്തമണാശാനായാലും വേണ്ട, കൃഷ്ണൻകുട്ടിപ്പിള്ളാശാനായാലും വേണ്ട. ഈ കൃഷ്ണൻകുട്ടിപ്പിള്ളാശാൻ ഞാൻ പഞ്ചവാദ്യം പഠിപ്പിച്ചിരുന്ന സമയത്ത് പഞ്ചവാദ്യത്തിൻ്റെ കളരിയിൽ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടിപ്പിള്ള എന്നെ മാടി വിളിക്കും, വരാൻ പറയും. എന്തിനാണെന്ന് വെച്ചാൽ ഈ കഥകളുടെ ഓരോരോ കാര്യങ്ങളെ പറ്റിയിട്ട് അത്യാവശ്യം എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ഞാനത് കേൾക്കും, അതിനനുസരിച്ച് ഞാനും ചെയ്യും, എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും. ഞാനങ്ങനെ വന്നിട്ടൊരു കളിക്ക് കൊട്ടുകയാണെങ്കിലും വേണ്ട, മുഴുവനും വിവരം അറിഞ്ഞും കൊണ്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്ര ഞാനതിലേക്ക് പിന്നെ ഇടപെട്ടില്ല. എന്നാൽ കഥയെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഗുണദോഷം ഉണ്ടാവില്ല, ഞാനത് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് അച്യുണ്ണിപ്പിള്ളാശാനങ്ങ് അത് ഇങ്ങനെ കാണിക്കും. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക കൊട്ട്, അപ്പോൾ കൂടിയാട്ടത്തിനൊക്കെ ഇടയ്ക്ക കൊട്ടാറുണ്ടോ? അത് കണ്ടിട്ട് പഞ്ചവാദ്യത്തിന് അദ്ദേഹം ഇടയ്ക്ക കൊട്ടുണ്ടോ? കൊട്ടിയുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? പഞ്ചവാദ്യത്തിന് ഒരു പ്രാവശ്യം ഇടയ്ക്ക കൊട്ടാൻ നിന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം അങ്ങനെ പഞ്ചവാദ്യത്തിന് ആളില്ലാണ്ടായപ്പോൾ ഒന്ന് അതെന്താണ് അതിൻ്റെ അച്യുണ്ണി കൃഷ്ണൻകുട്ടിപ്പിള്ള പറഞ്ഞു, അച്യുണ്ണി ആ ഇടയ്ക്കെടുത്ത ഇത്ര അത് ഇടയ്ക്ക് എടുക്കുക എന്നല്ലാണ്ട് അദ്ദേഹം ഇവിടെ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഈ കൂടിയാട്ടത്തിനൊക്കെ മിഴാവിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് വളരെ ചേർച്ചയുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെ വായിക്കാറുണ്ട്. അതെന്താ? കുറച്ചൊക്കെ ഗുണദോഷമുണ്ട്, വായിക്കുകയും ചെയ്യും. അത് കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് വായിക്കണമെന്ന് വെച്ചാൽ അറിയില്ല, അത് പറയാൻ പറ്റില്ല. അതൊക്കെ ഇടയ്ക്കൊക്കെ പിന്നെ വന്നതാണ്, മുമ്പൊന്നും ഇല്ല. മുമ്പ് കൂടിയാട്ടത്തിന് ഇടയ്ക്കൊന്നുമില്ല. അതെ, അതിൽ ഈ മിഴാവിനൊപ്പം ഇപ്പോൾ പി കെ നാരായണൻ നമ്പ്യാരൊക്കെ മിഴാവിനൊപ്പം ഇടയ്ക്ക് ചേർന്നാൽ വലിയൊരു ചേർച്ചയുണ്ടെന്ന് തെളിയിച്ചത് ഇദ്ദേഹമല്ലേ? കൂടിയാട്ടത്തിൽ മിഴാവിനൊപ്പം ഇടയ്ക്ക് ചേരുമ്പോൾ വല്ലാത്തൊരു ഈ രണ്ട് നാദങ്ങൾ തമ്മിലുള്ളൊരു പൊരുത്തമുണ്ട് എന്ന് അത് തുടങ്ങി വെച്ചത് അച്യുണ്ണിപ്പിള്ളയല്ലേ? അതിൻ്റെ ഒരു തുടർച്ചയല്ലേ ഇപ്പോൾ കാണുന്നത്? അതിപ്പോൾ ഇടയ്ക്ക കൊട്ടാൻ തുടങ്ങിയതിൻ്റെ ചേട്ടൻ പിന്നെ ഇടയ്ക്കക്കാരനായിക്കോട്ടെ എന്നുള്ളതല്ലാണ്ട് ഈ മിഴാവിൻ്റെ ശബ്ദത്തിന് ഇടയ്ക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക കൊട്ടിയാലൊന്നും ശബ്ദം കഴിക്കില്ല. ഈ ചെർപ്പളശ്ശേരി ശിവൻ അന്ന് ചെറുപ്പമാണ്. അപ്പോൾ താങ്കളുടെ ഒരു പഞ്ചവാദ്യം കണ്ടിട്ട് മദ്ദളം കൊട്ട് കണ്ടിട്ട് അച്യുണ്ണിപ്പിള്ള എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? പഞ്ചവാദ്യം കേട്ടിട്ട് വല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അത് അഭിപ്രായം ഒന്നും കൂടി ഗൗരവത്തിൽ കൊട്ടണോ എന്ന് പറയാന്നല്ലാതെ എവിടൊക്കെ ഗൗരവമില്ലാത്ത വെച്ചാൽ ആ ഗൗരവമില്ലാത്ത സ്ഥലത്ത് ഗൗരവത്തോടു കൂടി കൊട്ടാൻ പറയാറുണ്ട്. ഇല്ല, അങ്ങനെ അത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഇപ്പോൾ കഥകളി അരങ്ങിൽ അച്യുണ്ണിപ്പിള്ളയോടൊപ്പം കൊട്ടുമ്പോൾ ഒരു സുഖമുണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെ പഞ്ചവാദ്യത്തിൽ തിമല ആർക്കൊപ്പം കൊട്ടുമ്പോഴുള്ള സുഖം, തിമല ഈ മദ്ദളം കൊട്ടുമ്പോൾ ആരുടെ തിമല സുഖം തോന്നുന്നു? അത് പണ്ട് ഇപ്പോൾ ചോറ്റാനിക്കര വിജയനാണ് അത്യാവശ്യം ഈ കാലപ്രമാണത്തോടുകൂടി ചെയ്യുന്ന ഒരു തിമലക്കാരനുള്ളത്.
അയാളുടെ കാലപ്രമാണം മറ്റുള്ളവർക്ക് ഇല്ലാതില്ല പണ്ട്. എന്നാലും ഇത്ര കാലപ്രമാണത്തോടു കൂടി കൂട്ടുന്നത് വിജയനാണ്. അല്ല, പണ്ടുള്ള കാലത്ത് മറ്റേ പീതാംബരമാരാരുടെ ഇതിന് പോകുമ്പോൾ വളരെയേറെ കാലം താണിട്ടാണ് കിടക്കുക. ഇതിലും കുറേ താണിട്ടാണ് പഞ്ചവാദ്യത്തിൻ്റെ പരിഹാരമൊക്കെ കിടക്കുക. അതിന് നാരായണാരാശാനാവും. അത് നമ്മൾ എത്രക്കോണം വൃത്തിയായിട്ട് എണ്ണങ്ങൾ കൊട്ടാൻ സാധിക്കില്ല അത്രക്കോണം വൃത്തിയായിട്ട് കൊട്ടാം. അങ്ങനെയാണ് അതിൻ്റെ. അതൊന്നൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാനും പല്ലാവൂർ കുഞ്ഞോട്ടിനാണ് കൂടുതൽ സുഖം കൊട്ടിയിട്ടുള്ളത് മണിയനായിട്ടും. അതെ ഞാൻ ചോദിക്കുന്നത്, അച്ചുണ്ണിപ്പുകളൊപ്പം കളിക്ക് കൊട്ടുമ്പോഴൊരു സുഖം അത് തിമലയിൽ ആരാക്കായിട്ടാണ് വന്നിട്ടുള്ളത്? അതിന് സമാനമായിട്ട് തിമലയിൽ സുഖം പല്ലാവൂർ മണിയനായാലും വേണ്ട. അപ്പൊ കഥകളിക്കൊട്ടിലെ അച്ചുണ്ണിപ്പുകളാണ് തിമലയിലെ പല്ലാവൂർ മണിയന്മാരാണെന്ന് പറയാൻ പറ്റും. മണിയാണ് അപ്പുമാര അല്ല കുഞ്ഞുകുട്ടനെന്നും പറയാം. അങ്ങനെ രണ്ട് തിമലക്കാരിൽ അന്നത്തെ കാലത്ത് നമ്മുടെ പ്രായത്തിൻ്റെ ഏകദേശം ഒപ്പമുള്ള ആൾക്കാരാണ് അവർ കൊട്ടുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ. മറ്റത് ഇതിനേക്കാളും പ്രായമായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ സ്വാതന്ത്ര്യം കുറയും. അവർ ചെയ്യണത് ഒപ്പം ചെയ്യാനേ പറ്റുള്ളൂ. പിന്നിപ്പോൾ പഴയ കാലത്തുള്ള കിഴൂർ നാരായണമാരാർ അതുപോലുള്ള തിമലക്കാരുണ്ടായിരുന്നു. ആ കാലത്ത് അവരെ കൂടെ കൊട്ടുമ്പോഴും കുഴപ്പമില്ല. പിന്നെ അച്ചുണ്ണിപ്പുകൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു മന്ദലക്കാരായിരിക്കും? അത് ഇപ്പോൾ എനിക്ക് അത്ര പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മന്ദലക്കാരെ ഇപ്പോൾ എല്ലാവരോടും ചോദിച്ചാൽ ഇപ്പോൾ കൃഷ്ണൻകുട്ടിപ്പുകളും അപ്പുകുട്ടിപ്പുകളും അതുപോലെ അച്ചുണ്ണിപ്പുകളും നമ്പീശൻകുട്ടി, അങ്ങനെ ഒരു കലാമണ്ഡലം കേശവനും നമ്പീശൻകുട്ടി, അങ്ങനെ ഒരു പൊരുത്തം ഒരു കാലത്ത് ഉണ്ടായിരുന്നല്ലോ. ഈ ഡബിൾ മേളപ്പദം വരുമ്പോഴേ ആരൊക്കെ ഒപ്പം കൊട്ടിയുണ്ട്? അതിൽ അച്ചുണ്ണിപ്പുകളും ആരൊക്കെ, അതൊന്നും ഓർമ്മയ്ക്കുണ്ട്. ഡബിൾ മേളപ്പദത്തിൻ്റെ ഓർമ്മ, ഇരട്ട മേളപ്പദം നമ്മളോ ഒരുമിച്ച് കൊട്ടിയത് ആരൊക്കെയാണ്? അപ്പുട്ടിപ്പുകാശാനും ഞാനും. അങ്ങനെയാണ് അധികം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അപ്പുട്ടിപ്പുകാശാനും ചന്ദ്രമണ്ണാഴാശാനും, അല്ലെങ്കിൽ ചന്ദ്രമണ്ണാഴാശാനം പറ്റില്ല വെച്ചാൽ അച്ചുണ്ണിപ്പുകാശാനായിരിക്കും പിന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ജോയിൻ്റ് ഉണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടിപ്പുകളും അച്ചുണ്ണിപ്പുകളും തമ്മിലുള്ള മേളപ്പദം അപൂർവമായിരുന്നു. മുരളീകൃഷ്ണൻ ഇവിടെ സംസാരിച്ചു. അവർ തമ്മിലുള്ള മേളപ്പദം എങ്ങനെയാണ്? കൃഷ്ണൻകുട്ടിപ്പുകളും അച്ചുണ്ണിപ്പുകളും തമ്മിലുള്ള മേളപ്പദം, ഇരട്ട മേളപ്പദം കേട്ടിട്ടില്ലേ? അത് അവർക്ക് രണ്ടാൾക്കും അങ്ങനെ ഒരു പ്രയാസമായിട്ടുള്ള യാതൊന്നും അങ്ങോട്ടും കൂടെ ഉണ്ടാവാറില്ല. പ്രയാസമായിട്ട് കൃഷ്ണൻകുട്ടിപ്പുകൾ അച്ഛൻ ചെയ്യൂല, അച്ചുണ്ണിപ്പുകാശാൻ അത് എടുക്കാറുമില്ല. ഇനി അഥവാ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടില്ല, അതിൻ്റെ കഷ്ണങ്ങൾ വേറെ എടുത്ത് അതിനെ ഭംഗിയാക്കി തീർക്കും. ഇത്രയേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് വേറൊന്നും അതിലൊന്നും ചേർക്കില്ല. അല്ലെങ്കിൽ ഇവർ മനോധർമ്മം കൊട്ടിയിരുന്നില്ല. ഇപ്പോൾ ഈ വളരെ അച്ചടക്കം, വിവേകം, വൃത്തി ഒക്കെ ഉള്ള കൊട്ടായിരുന്നു അച്ചുണ്ണിപ്പുകളുടെ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ ഒരു പുതിയ കാലത്തെ, ഇപ്പം നേരത്തെ മുരളീകൃഷ്ണൻ ഈ പുതിയ കാലത്തെ കൊട്ടിനെ ഒന്ന് വിമർശിക്കുകയും കൂടി ചെയ്തു പരോക്ഷമായിട്ട്. അപ്പോൾ ഈ പുതിയ കാലത്തെ കൊട്ട് അമിതമായ സാധകം, ഇതൊക്കെ ഇത്ര വേണോ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ആ അച്ചുണ്ണിപ്പുകളുടെ കാലത്ത് നിന്ന് ഈ പുതിയ കാലത്തിലെ ചെറുപ്പക്കാരുടെ കൊട്ട് കേൾക്കുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? ചെണ്ട. അതിപ്പോൾ അച്ചുണ്ണിപ്പുകളുടെ പ്രശിഷ്യരാണല്ലോ, ശിഷ്യരൊക്കെ വരിക. അതെന്താ തോന്നിയിട്ടുള്ളത്? അവർ അച്ചടക്കം കുറഞ്ഞിട്ടുണ്ടോ? ആ ഒരു അച്ചടക്കം, അച്ചുണ്ണിപ്പുകളുടെ ഒരു അച്ചടക്കം കുറഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ കൊട്ടില്? അച്ചടക്കം രണ്ട് കൂട്ടരും ചന്ദ്രമണ്ണാഴാശാനും അച്ചുണ്ണിപ്പുകാശാനും അച്ചടക്കം ഉണ്ടാക്കി തീർന്നില്ല. അല്ല, പുതിയ തലമുറ, പുതിയ തലമുറയിൽ തന്നെ അതിന് അച്ചടക്കം ഉണ്ടാക്കിയിട്ടില്ല. പണ്ട് അല്ല, ഈ സ്വാതകം എന്ന ഒരു ഇത് കടന്നുകൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളുള്ള ആൾക്കാർക്ക്, അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർക്ക്. അങ്ങനെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ
താളത്തിൽ പോയിന്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതല്ല, അവർ ചെയ്യുന്നത് പിന്നെ മനോധർമ്മങ്ങളായിരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം മനോധർമ്മങ്ങൾ കൂടി. അല്ല, ഇത്രയധികം യന്ത്ര സ്വാധീനം അല്ലെങ്കിൽ സാധകത്തിൻ്റെ ഒരു അമിതം, അതൊക്കെ പുതിയ കഥകളിക്കൂട്ടൽ കാണുന്നുണ്ട്. അപ്പം ഇത്ര വേണോ ഇപ്പോൾ? അതിന് തോന്നിയിട്ടുണ്ടോ? ഇത്ര വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? വേണ്ടായില്ല. സ്വാധീനം നല്ലതാണ്. അഥവാ ഒരാൾ ഒരു കൂട്ടർ കാലം തള്ളി പിടിച്ചു കഴിയുമ്പോൾ അതിൽ കൊട്ടാൻ പറ്റാണ്ട് ആവാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ഇതിന് അതുകൊണ്ട് സ്വാധീനം ഉണ്ടെങ്കിലും എപ്പോഴും നല്ല തന്നെയാണ്. പണ്ടൊരു സ്വാധീനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ പലതും ചെയ്തു എന്ന് വെച്ചാൽ അതിൽ എണ്ണങ്ങളുടെ പവറുകൾ അതിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഗിണ്ണക്കാം എന്ന് കൊട്ടി എന്ന് കൊട്ടണു. അത് കൊട്ടുമ്പോൾ അതിൻ്റെ ഗൗരവം പോവുകയാണ്. മറ്റത് ഈ മനോധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എണ്ണങ്ങളുടെ പ്രാധാന്യം ഗൗരവം കുറയുകയാണ്. അപ്പോൾ കേളി ഉണ്ടല്ലോ, ഇപ്പം ഇന്നിവിടെ ഒരു ചതുർ കേളി നടക്കുന്നുണ്ട്. കേളി ശരിക്കും മദ്ദളക്കാരൻ്റെ കലയാണോ ചെണ്ടക്കാരൻ്റെ കലയാണോ? മദ്ദളക്കാരനാണ് അതിനെ നയിക്കേണ്ടത് എന്നാണ് പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും മദ്ദളക്കാർ പറ്റാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെണ്ടക്കാരതിന് കൂടാണ്ടിരിക്കില്ല. അല്ല, പക്ഷേ ഇപ്പോൾ മദ്ദളം കൊട്ടുമ്പോൾ ഒരു ദുർബലനായ ചെണ്ടക്കാരനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മദ്ദളക്കാരന് അത്ര ഒരു ആവേശം ഉണ്ടാവും. മദ്ദളക്കാരൻ അതിനനുസരിച്ചുള്ള താളവട്ടങ്ങളേ ഉള്ളൂ. അതിൽ ദുർബലനാണ്, അത്ര താളവട്ടം കൊട്ടാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചുള്ള താളവട്ടം മതി എന്ന് മദ്ദളക്കാരൻ തീരുമാനിക്കും. തിരിച്ചോ? മദ്ദളാകുമ്പോൾ രണ്ട് കൂട്ടർക്കും സമാഗമം പോലെ ഏത് കൂറാണ് കൊട്ടണത് ആ കൂറ തന്നെയാണ് ചണ്ടക്കാർ കൊട്ടുക. മദ്ദളക്കാരന് ഏത് കൂറ കൊട്ടണത് ആ കൂറാണ് ചണ്ടക്കാർ കൊട്ടേണ്ടത്. അങ്ങനെയാണ്. അല്ലാണ്ട് ചണ്ടക്കാർ കൊട്ടിയുള്ള കൂറ് മദ്ദളക്കാർ കൊട്ടുക അങ്ങനെയല്ല. കേളിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചെണ്ടക്കാരാരൊക്കെയായിരുന്നു? കേളിയിൽ ഇഷ്ടപ്പെട്ട ചണ്ടക്കാരിൻ്റെ പഴയ കാലത്ത് തൃത്താല കേശവപിതാവ് ആണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആലിപ്പറമ്പിലെ കൃഷ്ണപിതാവാണ് എന്നെ കേളിയിൽ കുറച്ചുകൂടി ഒരു അടുപ്പം. ഈ കഥകളി മോഡൽ ഉണ്ടാക്കിയിട്ടാണ് അതിലൊക്കെ കൊട്ടുന്നത്. കേശവപിതാവ് അങ്ങനെ തന്നെയാണ്. പിന്നെ ദിവാകരൻ അയാളും അങ്ങനെ തന്നെയാണ്. ഒക്കെ കഥകളി മോഡലിലാണ് അന്നത്തെ കേളിയൊക്കെ പോയിന്റ് ചെയ്തിട്ടുള്ളത്. മുമ്പേ അങ്ങനെയല്ല. മുമ്പേയൊക്കെ കഷ്ടമോച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ അച്ചുണ്ണി പൊതുവാളെ കോട്ടക്കിലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം കലാമണ്ഡലത്തിലെ അധ്യാപകനായി. പിന്നെ അവിടെ ഇന്ന് കാണുന്ന കളിക്കൊട്ടിൻ്റെ ഒരു സിലബസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് അച്ചുണ്ണി പൊതുവാളുടെ ഒരു കളരിയിൽ നിന്നാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ കലാമണ്ഡലം ഉണ്ണീഷൻ പല്ലാമനടക്കമുള്ള ഏറ്റവും പുതിയ തലമുറ വരുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു ഏറ്റവും അധികം ശിഷ്യര് ഒരർത്ഥത്തിൽ അച്ചുണ്ണി പൊതുവാൾക്കാണ്. കാരണം ആ ശിഷ്യർക്ക് ഗുരുനാഥനോടുള്ള ഒരു സ്നേഹം കൂടിയാണ്, ആദരവും കൂടിയാണ് ഈ പ്രണതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ജന്മശതാബ്ദി ആഘോഷം അതിന് നേതൃത്വം നൽകുന്നു, അല്ലേ? അപ്പോൾ ആ നിലയ്ക്ക് ഈ അച്ചുണ്ണി പൊതുവാളുടെ ശിഷ്യര് ഈ കഥകളി ചെണ്ടയ്ക്ക് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? കാരണം ഇന്ന് അവർ അച്ചുണ്ണി പൊതുവാളുടെ ഒരു ബാണിയല്ലേ ഇപ്പോൾ വരുന്നത്. സത്യത്തിൽ അച്ചുണ്ണി പൊതുവാൾ ഉണ്ടാക്കിയ ഒരു കഥകളി മേളത്തിൻ്റെ അത് മറ്റേ കളിക്കൊട്ടായാലും എന്തായാലും അതിൻ്റെ കൃത്യത ആ കളരിയിൽ നിന്നുണ്ടായ അതിൻ്റെ ആ ഒരു അച്ചുണ്ണി പൊതുവാൾ ബാണിയാണോ ഇപ്പം ഇന്ന് വരുന്നത്? അതിപ്പോൾ അച്ചുണ്ണി പൊതുവാൾ ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമായിട്ട് കണക്കാക്കണില്ല. മറ്റുള്ള ചണ്ടക്കാർ അവർ കൊട്ടുന്നതും അച്ചുണ്ണി പൊതുവാൾ കൊട്ടുന്നതും ഒന്ന് തന്നെയാണ്. എന്തെങ്കിലും ചില
വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള ചണ്ടക്കാരുകൾ. ഇദ്ദേഹം വ്യത്യാസം വരുത്തിക്കൊണ്ട് ചെയ്യണില്ല, അദ്ദേഹം അതന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ വെറുതെ സങ്കല്പിക്കാം, ഇന്നിപ്പോൾ ഒരു പുനർജന്മം കിട്ടിയിട്ട് അച്യുണി പൊതുവാള് ഒരു കളിയരങ്ങിൽ വരികയാണെങ്കിൽ ഇന്നത്തെ കളിക്ക് അദ്ദേഹത്തിന് കൂടാൻ പറ്റുമോ? ഇന്നത്തെ അദ്ദേഹം നമ്മൾ സങ്കല്പിക്കാം, അദ്ദേഹം പുനർജനിച്ച് ഇന്നത്തെ ഒരു കഥകളിക്ക് കൂട്ടുക? അതിപ്പോൾ അദ്ദേഹത്തിനിപ്പോൾ ഇന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ജനിച്ച ആൾക്കാരുടെ മാതിരി തന്നെയല്ലേ ബാക്കി പോകാൻ പറ്റൂ. അല്ലാണ്ടപ്പോൾ പ്രത്യേകമായിട്ടൊരു ഇതൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല. അതല്ല, അതിനെ പറ്റിയ ഒരു കാര്യമില്ല. ഞാൻ പറയണതിനൊരു കാര്യമില്ല. ഞാൻ ആ അർത്ഥത്തിലല്ല, അദ്ദേഹം അന്ന് പൊട്ടിയ കഥകളിക്കനുസരിച്ച് ആ കഥകളിയുടെ സങ്കല്പമൊക്കെ മാറി. അപ്പോൾ വളരെ വ്യത്യാസം അദ്ദേഹത്തിന് തോന്നില്ലേ? അത് പല വ്യത്യാസങ്ങളും വന്നുകൊണ്ടേയിരിക്കല്ലേ. അപ്പം അതിനനുസരിച്ചുള്ള കാലഘട്ടത്തിൽ കൂടെയുള്ള ആൾക്കാർ കൊട്ടുക എന്നല്ലാണ്ട് അച്യുണ്ണി പ്രകാശനെ അതിൽ പെടുത്താൻ പറ്റില്ല. അച്യുണ്ണി പ്രകാശൻ അന്ന് പിന്നെ ഉള്ള കാലഘട്ടത്തിൽ കൊട്ടുന്ന വേഷക്കാരുടെയും മദ്ദളക്കാരുടെയും ഇവരെയൊക്കെ കൂടെയാണ് അദ്ദേഹം കൊട്ടിയിട്ടുള്ളതും. ബാക്കിയുള്ളത് ഇപ്പോഴുള്ള ആൾക്കാരെ പറ്റിയിട്ട് അതിൽ ഒരു ചിന്തയും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ സംസാരത്തിന് ശേഷം ഇവിടെ 4 ചെണ്ടയും 4 മദ്ദളവും ചേർന്ന കേളിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചെണ്ട ഒരു മദ്ദളം, ഇതാണല്ലോ യഥാർത്ഥത്തിൽ കേളിയുടെ ഒരു സൗന്ദര്യം. പിന്നെ അത് ഡബിൾ കേളിയായി. ഇപ്പോൾ അത് 4 ചെണ്ടയും, അപ്പോൾ 4 പ്രമാണം എന്നൊന്നും അറിയില്ല. അത് കേളിയുടെ ഒരു വളർച്ചയാണോ? എന്താണത്? അതിൻ്റെ ഒരു ഒറ്റ ചെണ്ടയും മദ്ദളവും തമ്മിലുള്ള സൗന്ദര്യം ഇല്ലാതെയാവുകയാണോ കൂടുകയാണോ? അതെ, അതൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പലരും ചെയ്യുന്നു. ഇപ്പോൾ പഞ്ചമദ്ദള കേളി പറഞ്ഞു, പഞ്ചതായമ്പ പറഞ്ഞു. ഒരു തായമ്പ കൊട്ടണത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ പഞ്ചതായമ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഈ ചണ്ടക്കാരെ ഏറ്റിക്കൊണ്ട് നിൽക്കലേ ഉള്ളൂ. അതല്ലെങ്കിൽ പഞ്ചമദ്ദള കേളി പറഞ്ഞാൽ ഈ മദ്ദളക്കാരെ ഏറ്റിക്കൊണ്ട് നിൽക്കലും ഒന്നും ചെയ്യാനില്ല. ഒറ്റയ്ക്കാവുമ്പോൾ അങ്ങനെയല്ല, ഒറ്റയ്ക്കാവുമ്പോൾ ചെയ്യണം, ചെയ്തേ പറ്റൂ. മറ്റൊന്നുമില്ല, ഇതിന് വല്ല മതി, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ കഥകളി മേളം, അത് പ്രത്യേകിച്ച് കഥകളി ചെണ്ട വിഭാഗം അച്യുണ്ണി പൊതുവാളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു കടപ്പാടുണ്ട്. പുതിയ കാലത്തിനും അദ്ദേഹത്തിനെ കൊണ്ടൊക്കെ കടപ്പാടുണ്ട്. എങ്ങനെയായിരിക്കും ആ കടപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ച ചെപ്രശ്ശേരി ശിവൻ എന്ന മദ്ദള കലാകാരന് തോന്നുന്നത്? ഇപ്പം മദ്ദളക്കാരുടെ കാര്യമല്ലേ പറയണേ? അല്ല, ചെണ്ടക്കാരുടെ കാര്യം പറയണേ. അച്യുണ്ണി പൊതുവാളോടുള്ള ഒരു കടപ്പാടുണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും പുതിയ കാലം? എങ്ങനെ കടപ്പാട്? അതെന്നും സുരക്ഷിതമായി കിടക്കും. മരിച്ചു പോയാലും 100 കൊല്ലം കഴിഞ്ഞാലും 200 കൊല്ലം കഴിഞ്ഞാലും അച്യുണ്ണി പ്രകാശൻ്റെ കൊട്ട് എന്നും എൻ്റെ മനസ്സിൽ, ഞാൻ മറ്റുള്ളവരെ പറ്റി പറയുന്നില്ല, അത് കിടക്കും. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വിപുലമായ ഒരു കഥകളി ചെണ്ട കാലം ഭരിച്ചിട്ടുള്ള അച്യുണ്ണി പൊതുവാളുടെ ആ വാദനത്തിലെ സർഗാത്മകതയോട് കാലം കടപ്പെട്ടിരിക്കുന്നു എന്നും ചെപ്രശ്ശേരി ശിവൻ പറയുന്നു. തൻ്റെ ഉള്ളിൽ അത് എന്നും അങ്ങനെ കിടക്കും എന്ന് അദ്ദേഹം പറയുന്നു. പുതിയ ലോകം അച്യുണ്ണി പൊതുവാളോട് കടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കളരിയോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശിഷ്യ പരമ്പരകൾ അദ്ദേഹത്തിൻ്റെ അനശ്വരതയെ പൂരിപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ ഈ പ്രണതി എന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആചരണ പരിപാടികൾ ഈ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, അച്യുണ്ണി പൊതുവാളാശാൻ്റെ മകൻ വെള്ളിനേഴി ആനന്ദ് തുടങ്ങിയവർ ഉത്സാഹിച്ച് നടത്തുന്ന ഈ ഒരു സാംസ്കാരിക യജ്ഞം അദ്ദേഹത്തിൻ്റെ അനശ്വരതയ്ക്കുള്ള ഒരു അടിവര കൂടിയാകുന്നു. നമ്മളോടൊപ്പം അച്യുണ്ണി പൊതുവാളുമായി
നിരന്തരം സഹവസിക്കുകയും മാത്രമല്ല ഇദ്ദേഹത്തെ ഗാന്ധി സേവാ സദനത്തിൽ കഥകളി കൊട്ട് പഠിക്കാൻ ചേർക്കാൻ ഒരു നിമിത്തമാവുകയും ചെയ്ത ആ നിലയ്ക്ക് കൂടി ചെർപ്പശ്ശേരി ശിവൻ അച്ചുണ്ണിപ്പുതുവാളോട് കടപ്പെട്ടിരിക്കുന്നു. അച്ചുണ്ണിപ്പുതുവാളുമായുള്ള അരങ്ങ് അനുഭവങ്ങൾ പങ്കുവച്ചതിൽ ഏറെ സന്തോഷം. നന്ദി, നമസ്കാരം.